വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള തർക്കം കേവലം സൈനികാഭ്യാസങ്ങളിലും നയതന്ത്ര ചർച്ചകളിലും ഒതുങ്ങുന്നില്ല. അതിപ്പോൾ ഡിജിറ്റൽ ലോകത്തെ ഒരു അദൃശ്യ യുദ്ധമായി പരിണമിച്ചിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കരുത്തിൽ ഇരു രാജ്യങ്ങളും നടത്തുന്ന വിവരയുദ്ധം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം മുറുകുന്നതിനിടയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യുദ്ധമുഖങ്ങളായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പങ്കുവച്ച ചില ദൃശ്യങ്ങൾ ഈ ഡിജിറ്റൽ പോരാട്ടത്തിന് പുതിയൊരു മാനം നൽകി. US സൈനിക ശക്തിയെ അതിശയോക്തിയോടെ ചിത്രീകരിക്കുന്നതും ഇറാന് മേലുള്ള തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതുമായ ചിത്രങ്ങളാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. AI ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ദൃശ്യങ്ങളിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടൽ കടക്കുന്നതായും ശത്രുപക്ഷത്തെ തകർക്കുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് കേവലം വിനോദത്തിനപ്പുറം ലോകത്തിനു മുന്നിൽ അമേരിക്കയുടെ കരുത്ത് പ്രഖ്യാപിക്കാനുള്ള ഒരു തന്ത്രമായി മാറി. എന്നാൽ ഈ നീക്കത്തിന് ഇറാൻ നൽകിയ മറുപടി അതിനേക്കാൾ രൂക്ഷമായിരുന്നു. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും സൈനിക വിഭാഗങ്ങളോടടുത്ത വൃത്തങ്ങളും സമാനമായ AI ദൃശ്യങ്ങളിലൂടെ തിരിച്ചടിച്ചു. ട്രംപിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ചിത്രങ്ങളിൽ അമേരിക്കൻ കപ്പലുകൾ അഗ്നിക്കിരയാകുന്നതായും ഇറാന്റെ മിസൈലുകൾ ആകാശത്ത് വിസ്മയം തീർക്കുന്നതായും കാണാം. ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ പതറില്ലെന്നും ഏതാക്രമണത്തെയും അതേ നാണയത്തിൽ നേരിടുമെന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഈ ഡിജിറ്റൽ യുദ്ധം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമൂസ് കടലിടുക്കിലാണ്. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന സൈനിക നീക്കങ്ങളെക്കാൾ വേഗത്തിൽ അവയെക്കുറിച്ചുള്ള പ്രൊപ്പഗാൻഡകൾ ഇന്റർനെറ്റിൽ പടരുന്നു. കത്തുന്ന കപ്പലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും വ്യാജ ദൃശ്യങ്ങൾ പലപ്പോഴും സാധാരണക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ പരിഭ്രാന്തരാക്കുന്നു. യാഥാർത്ഥ്യമേത് കൃത്രിമമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സാങ്കേതിക വിദ്യ ഈ മേഖലയെ സങ്കീർണമാക്കിയിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് മാനസികമായ ഒരു മേധാവിത്വം നേടാനുള്ള ശ്രമമാണ്. തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ശത്രുരാജ്യത്തിന്റെ ആത്മവീര്യം തകർക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നു. എന്നാൽ ഇറാൻ ഈ ഇൻഫർമേഷൻ വാറിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഭയപ്പെടുത്തുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാണെന്ന് അവർ സ്വന്തം ജനതയെ ബോധ്യപ്പെടുത്താനും ലോകത്തെ അറിയിക്കാനും ശ്രമിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലെ ഈ പ്രവണത അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയ വ്യാജ ചിത്രം പോലും വിപണിയിലെ എണ്ണവില വർദ്ധിപ്പിക്കാനോ ഓഹരി വിപണിയെ തകർക്കാനോ കാരണമായേക്കാം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥ വാർത്തകളായി വ്യാഖ്യാനിക്കപ്പെടുന്നത് നയതന്ത്ര ചർച്ചകളെ പോലും പ്രതികൂലമായി ബാധിക്കുന്നു. ഇരു വിഭാഗങ്ങളും തങ്ങളുടെ ആയുധപുരയേക്കാൾ കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് സ്മാർട്ട് ഫോണുകളിലെയും കമ്പ്യൂട്ടറുകളിലെയും സ്ക്രീനുകളിലാണ്. ഈ വിവരയുദ്ധത്തിൽ ഇരുപക്ഷവും വ്യത്യസ്ത തന്ത്രങ്ങളാണ് പയറ്റുന്നത്. അമേരിക്ക തങ്ങളുടെ സൈനിക വിന്യാസത്തിന്റെ വ്യാപ്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ പ്രഹരശേഷിയെയും പ്രതിരോധ സജ്ജീകരണങ്ങളെയുമാണ് എടുത്തുകാട്ടുന്നത്. കത്തുന്ന അമേരിക്കൻ യുദ്ധക്കപ്പൽ എന്ന പേരിൽ ഇറാൻ പ്രചരിപ്പിച്ച ചിത്രം ട്രംപ് ഭരണകൂടത്തെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചതായിരുന്നു. ഇത് സൈബർ ഇടങ്ങളിൽ ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചു. വാസ്തവത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ സൈനികർ തമ്മിലുള്ള പോരാട്ടത്തെക്കാൾ ജനമനസ്സുകളെ സ്വാധീനിക്കുന്നു. ഓരോ പോസ്റ്റും ലൈക്കുകളും ഷെയറുകളും നേടുമ്പോൾ അത് അതത് രാജ്യങ്ങളുടെ നയതന്ത്ര വിജയമായിട്ടാണ് അണികൾ ആഘോഷിക്കുന്നത്. ഇതിനിടയിൽ സത്യസന്ധമായ വാർത്തകൾ വിസ്മരിക്കപ്പെടുന്നു എന്നതാണ് കൗതുകകരമായ വസ്തുത. ഹോർമൂസ് കടലിടുക്കിലെ ഓരോ ചലനവും നിരീക്ഷിക്കുന്ന സാറ്റലൈറ്റുകൾ നൽകുന്ന വിവരത്തെക്കാൾ വേഗത്തിൽ ഇത്തരം ചില്ലിംഗ് വാർ ഇമേജുകൾ ജനങ്ങളിലേക്ക് എത്തുന്നു. ട്രംപിന്റെയും ഇറാന്റെയും ഈ നീക്കങ്ങൾ വരുംകാല യുദ്ധങ്ങളുടെ രീതി എപ്രകാരമായിരിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. കായികമായ ഏറ്റുമുട്ടലിന് മുൻപേ തന്നെ ഡിജിറ്റൽ ലോകത്ത് വിജയം ഉറപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ പോരാട്ടത്തിൽ വളരെ സജീവമാണ്. തങ്ങളുടെ പോരാട്ട വീര്യം ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ അവർ ഇത്തരം ഹൈടെക് പ്രൊപ്പഗാൻഡകളെ ആയുധമാക്കുന്നു. അമേരിക്കയിലെയും ഇറാനിലെയും യുവാക്കൾക്കിടയിൽ ദേശീയബോധം ഉണർത്താൻ ഈ ചിത്രങ്ങൾ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മറുവശം ലോകം അങ്ങേയറ്റം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരം പ്രകോപനപരമായ ചിത്രങ്ങൾ പുറത്തുവിടുന്നത് അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കും. ശത്രുതയുടെ തീ ആളിപ്പടർത്താൻ ഒരു ചെറിയ സ്പാർക്ക് മതിയെന്ന് ഈ ഡിജിറ്റൽ യുദ്ധം തെളിയിക്കുന്നു. യുദ്ധകളത്തിലെ വിജയത്തെക്കാൾ ഇന്ന് പ്രാധാന്യം ആഖ്യാനങ്ങൾക്കാണെന്ന് നിരീക്ഷകർ കരുതുന്നു.
ആർക്കാണോ കൂടുതൽ ശക്തമായ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കഴിയുന്നത് അവർ വിജയിയായി കണക്കാക്കപ്പെടുന്നു. ട്രംപും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം അതുകൊണ്ട് തന്നെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. ഇവിടെ വെടിയുണ്ടകളേക്കാൾ പ്രഹരശേഷി ചിലപ്പോൾ ഒരു പിക്സൽ ഇമേജിനായിരിക്കും. ഹോർമുസ് കടലിടുക്കിലെ യഥാർത്ഥ ഭീഷണി സൈനിക വിന്യാസമല്ല, മറിച്ച് അവിടുത്തെ തെറ്റായ വാർത്തകളുടെ വ്യാപനമാണ്. ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന വ്യാജ വാർത്ത പരന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ആഗോള സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാകും. ഈ ഒരു സാധ്യതയെയാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ പ്രക്രിയയെ കൂടുതൽ എളുപ്പവും അതേസമയം അപകടകരവുമാക്കി മാറ്റിയിരിക്കുന്നു. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിലും ടെഹ്റാനിലെ അധികാര കേന്ദ്രങ്ങളിലും ഇപ്പോൾ സൈനിക മേധാവികൾക്കൊപ്പം ഡിജിറ്റൽ വിദഗ്ധരും തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. എങ്ങനെ ഒരു ഇമേജിലൂടെ ശത്രുവിനെ വിറപ്പിക്കാം എന്നതാണ് അവരുടെ ചിന്ത. ട്രംപ് പങ്കുവെച്ച ചിത്രങ്ങൾക്ക് മറുപടിയായി ഇറാൻ തൊടുത്തുവിട്ട വാർ ഇമേജ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഇത് കേവലം ഒരു പ്രതികരണമല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. ഈ ഡിജിറ്റൽ പോരാട്ടം അവസാനിക്കണമെങ്കിൽ നയതന്ത്രപരമായ നീക്കങ്ങൾക്കൊപ്പം സാങ്കേതികമായ നിയന്ത്രണങ്ങളും ആവശ്യമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത ഡിജിറ്റൽ ലോകത്ത് കൂടുതൽ കരുത്തോടെ തുടരുക തന്നെ ചെയ്യും. സത്യവും മിഥ്യയും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുമ്പോൾ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. ഹോർമുസ് കടലിടുക്കിലെ തിരമാലകൾ ശാന്തമാകാം, പക്ഷേ ഇന്റർനെറ്റിലെ ഈ കൊടുങ്കാറ്റ് അടങ്ങാൻ പോകുന്നില്ല. ഇറാന്റെ മറുപടിക്ക് അമേരിക്ക എന്ത് പ്രതികരണം നൽകും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ആഗോള സ്ഥിതിഗതികൾ. ലോകം കാത്തിരിക്കുന്നത് സമാധാനത്തിനാണെങ്കിലും ഡിജിറ്റൽ ലോകം ഇപ്പോഴും യുദ്ധത്തിന്റെ വക്കിലാണ്. ഈ ആകാംക്ഷയും ഭീതിയും വരും കാലത്തും മനുഷ്യരാശിയെ വേട്ടയാടിക്കൊണ്ടിരിക്കും.